ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തമിഴ്നയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജെൻഡർ റിവീലിംഗ് പ്ലക്കാർഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ്, A4 ഷീറ്റ്, പിന്നെ ഒരു പഴയ നോട്ട്ബുക്കിൻ്റെ ചട്ട എല്ലാം ഞാൻ നേരത്തെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാർഡ് ഉണ്ടാക്കാം. നമുക്ക് റൗണ്ട് ഷേപ്പിലോ സ്ക്വയറിലോ എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് കളർ A4 ആണ്, 2 കളറിൽ. പിന്നെ നമുക്കതിൻ്റെ സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ പശ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യം കാർഡ്ബോർഡിൻ്റെ മുകളിൽ ചട്ട ഒട്ടിക്കാം. അതായത് കാർഡ്ബോർഡിൻ്റെ വര കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചട്ട യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി ആയിട്ട് അത് വന്നോളൂ. അതിൻ്റെ മുകളിൽ A4 ഒട്ടിക്കുകയാണ്. എല്ലാം ഒന്ന് ഓർഡറിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 2 കാർഡിലും ഒട്ടിച്ചെടുത്ത്, ബാക്ക് വശം ഒട്ടിച്ചിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. പിന്നെ ഞാൻ 2 A4 കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് ആർട്ട് ഷേപ്പ് കട്ട് ചെയ്യുന്ന ട്രിക്ക്. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് ആർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര ഹാർട്ട് ഷേപ്പ് വേണം അത്ര എണ്ണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കാർഡ്ബോർഡിൽ ഒട്ടിക്കുക കേട്ടോ. സെൻറ്റർ പോർഷനിൽ പ്ലെയിനാക്കി വിട്ടിട്ട് അതിൻ്റെ അരികിലൂടെ മാത്രം ഒട്ടിച്ചെടുക്കുക കേട്ടോ. 2 കളറിൽ ഒട്ടിച്ചെടുക്കുക. ഇനി അതിൻ്റെ ഹാർട്ട് ഷേപ്പിൻ്റെ നടുക്കിലൊന്ന് മടക്കി കൊടുത്ത് ആ മടക്കിൽ മാത്രം ഗമ്മ് ചെയ്തിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അങ്ങനെ 2 കളറിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് വെക്കണം. ആ സ്റ്റിക്ക് നമുക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടും. ഞാനിവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. 45 രൂപ ഒരു പാക്കിൽ. അപ്പോൾ നമുക്കതിന് ഗമ്മ് വെക്കേണ്ട ആവശ്യമില്ല. കാർഡ്ബോർഡിലേക്ക് അങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. ഇനി നിൽക്കുന്നില്ലെങ്കിൽ അതിലൊരു ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് വെച്ചാൽ മതിയേ. പിന്നെ ക്രാഫ്റ്റ് വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ മക്കളോട് പറയാലോ അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സില്ല. അപ്പോൾ നമ്മൾ പ്ലക്കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിൽ അവിടെ ബോയ് ഗേൾ എന്ന് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നില്ല. ഞാനിവിടെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് പ്ലേസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാർഡ്ബോർഡിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജെൻഡർ റിവീലിംഗ് പ്ലക്കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പേഷ്യൻസ് വേണം എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതൊരു ഹാപ്പിനെസ് വേറെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.